ഇന്ന് ഞങ്ങൾ അങ്ങനെ ട്രിപ്പൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പറമ്പിലോട്ടൊക്കെ ഒന്ന് പോവാണ്. ഇവരൊന്നും അങ്ങനെ പറമ്പൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് പറമ്പൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പറമ്പിൽ പോവാണ് കേട്ടോ. കുറച്ചങ്ങ് പോകണം. അവിടെ കുറേ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത് തന്നെ. എന്നിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിപ്സ്, മാങ്ങ, അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. കുറച്ച് പേര് ഇങ്ങനെ ഫ്രണ്ടിൽ പോയി. അവർ പപ്പായും ഹസ്ബൻഡൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഇത് ഈ കാണുന്നത് നമ്മുടെ പറമ്പാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നത്. മൂന്നാറിലൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണിത്. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ റൂം റെൻ്റൊക്കെ വളരെ കുറച്ചാണ് വരുന്നതൊക്കെ. ഇതായിരുന്നു കേട്ടോ നേരത്തെ നടപ്പാത എന്ന് പറയുന്നത്. പക്ഷേ ഈ വഴി ഇപ്പോൾ ആരും അങ്ങനെ നടക്കാറില്ല. കാരണം താഴെ നല്ല മെയിൻ റോഡ് വന്നതുകൊണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ പറമ്പിലോട്ട് പോകാനുള്ളൊരു വഴി മാത്രമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ പഴയ കുഞ്ഞുനാളിൽ കളിച്ച് വളർന്ന വീട് ഇവിടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നൊസ്റ്റാൾജിക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവായിരുന്നു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ വരിക. ഇതാണ് ഞങ്ങൾ ജനിച്ച് വളർന്ന വീടെന്ന് പറയുന്നത്. പഴയ വീടാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പണിക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഹിന്ദിക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു. ആരൊക്കെയോ താമസിക്കുന്നുണ്ട്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. ഞങ്ങളിവിടെ വളരെ കുറച്ച് നാളാട്ടോ താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുടുംബത്തോട്ട് പോയി. ഇതൊക്കെ കണ്ടപ്പം ഒരുപാട് നല്ല നൊസ്റ്റാൾജിക് ഫീല് ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്നുവെച്ചാൽ അങ്ങനെ ഡ്രീം ക്യാച്ചർ റിസോർട്ട് വരെ ഒന്ന് പോയിട്ടോ. ഇതാണ് ഡ്രീം ക്യാച്ചർ റിസോർട്ട്. നമ്മുടെ വസ്തുവിനോട് ചേർന്ന് തന്നെയാണ് ഡ്രീം ക്യാച്ചർ റിസോർട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. എന്നാൽ നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറിയില്ല. കാരണം അകത്തോട്ട് കയറ്റി വിടില്ല. നമ്മുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വിടും. പക്ഷെ ഞങ്ങൾ വിളിച്ചപ്പോൾ ആളില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തനിയെ വന്നുകൊണ്ട് അങ്ങനെ കയറിയതുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ കാണുന്നത് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് കേട്ടോ. അങ്ങകലെയായിട്ടാണ്. നടന്നൊക്കെയാണ് അന്ന് സ്കൂളിലൊക്കെ പൊക്കോട്ടിരുന്നത്. ഇവിടെയായിരുന്നു നേരത്തെ ഞങ്ങളുടെ അംഗൻവാടി. ഇവിടെ വരെ നടന്ന് വന്നിട്ടാണ് പഠിച്ചിരുന്നതെല്ലാം. ഇത് വേറൊരു റിസോർട്ടാണ്. ഇത് താഴെ തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെയൊക്കെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പുൽമേടായിരുന്നു. അതെല്ലാം വെട്ടി ഒതുക്കിയാണ് ഇങ്ങനെ റിസോർട്ട് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. ഇത് ഡ്രീം ക്യാച്ചർ റിസോർട്ടാണ്. ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ചിക്കനൊക്കെ ഇരുന്ന് പൊള്ളിക്കുകയൊക്കെ ചെയ്തു. ഇവർ രണ്ടുപേരും, ചേട്ടനും ഹസ്ബൻഡും കൂടെയാണ് അത് ചിക്കനൊക്കെ പൊള്ളിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്തിരുന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കൂടുക. മൂത്ത ചേച്ചിക്ക് ഒരു ദിവസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി വന്നിട്ട് തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. അനിയത്തിക്ക് വരാൻ പറ്റിയില്ല. എല്ലാവരും കൂടെ ഉള്ളപ്പം എന്താ പറയുക, നല്ല സുഖമാണ്, നല്ല വൈബാണ്. അവിടേക്കോട്ട് പോകാൻ